ടു കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മക്കളെല്ലാവരും ഇപ്പൊ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് അല്ലെ. മോഡൽ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഓരോരുത്തർക്കും പബ്ലിക് എക്സാമിന്റെ ഡേറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എല്ലാവരും ഒരുപാട് ടെൻഷനിലൊക്കെയാണ്. കുറേ പേര് മിസ്സിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിലെ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസിനായിട്ടുള്ള കുറച്ച് ആൻസേഴ്സ് ആയിട്ടാണ് മിസ് ഇപ്പൊ വന്നത് കേട്ടോ. അപ്പോ അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ തരാം. അപ്പൊ പ്രാക്ടിക്കൽ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഓൾറെഡി 20 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 2 സെഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് ഉള്ളത്. ഒരു 10-11 ക്വസ്റ്റ്യൻ C++ഉം അതേപോലെ സെക്കൻഡ് സെക്ഷനിൽ നമ്മുടെ HTML പിന്നെ SQL. അപ്പൊ പാർട്ട് A എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നമ്മുടെ C++ൽ നിന്നുണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് HTML അല്ലെങ്കിൽ SQL അതിലേതെങ്കിലും ഒന്നിന്നും ആയിരിക്കും. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പം നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ റെക്കോർഡ് അടിപൊളിയാക്കി വെക്കുക എന്നുള്ളതാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പഠനം വേണം. പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും ഫുൾ സെറ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മുടെ റെക്കോർഡ് എന്ന് പറയുന്നത്. റെക്കോർഡ് കംപ്ലീറ്റ് ആണ്, അതിൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പർ, കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. ഒരു പേപ്പറൊക്കെ വെച്ച് പൊതിഞ്ഞൊക്കെ വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കിടക്കാം. നമുക്കറിയാം 3 hours ആയിരിക്കും നിങ്ങളുടെ എക്സാം വരുന്നത്. ഈ 3 മണിക്കൂറിന് നിങ്ങൾക്ക് ടോട്ടൽ മാർക്സ് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ 40 മാർക്സാണ്. അപ്പൊ ഈ 40ൽ ഡിവിഷൻ വരുന്നത് എങ്ങനെയാ വെച്ചാൽ റെക്കോർഡിൽ 20 പ്രോഗ്രാംസ് മസ്റ്റായിട്ടും കംപ്ലീറ്റ് ആയിട്ടിരിക്കണം. ആ മാർക്ക് ഒരിക്കലും വിട്ട് കളയരുത്. 4 മാർക്കാണ് അതിന് വരിക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കിട്ടിയ 2 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ വൈവക്ക് ഒരു 4 മാർക്ക്. ഓക്കെ, 8 മാർക്കായി. ഇനി നിങ്ങൾ പ്രോഗ്രാം ഫസ്റ്റ് തന്നെ എന്തായിരിക്കും വെച്ചാൽ എക്സ്റ്റേണൽ ഉണ്ടാകും. ആ എക്സ്റ്റേണൽ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. നിങ്ങളൊരു പേപ്പർ പോയി എടുക്കുന്നു, അതിലുള്ള ക്വസ്റ്റ്യൻസ് 2 കാണുന്നു. ആദ്യം നിങ്ങൾക്ക് തന്ന ആൻസർ ഷീറ്റിൽ അതിന്റെ കോഡ് എഴുതണം. ഓക്കെ, കമ്പ്യൂട്ടർ ഓൺ ആക്കാനും അതിൽ ചെയ്യാനൊന്നും ആയിട്ടില്ല. ആദ്യം നിങ്ങൾ കോഡ് എഴുതണം. കോഡ് എഴുതുമ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു 10 മാർക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പൊ HTML 10 മാർക്കും, HTML അല്ലെങ്കിൽ SQL 10 മാർക്കും, അതുപോലെ C++ന് 10 മാർക്കും. അപ്പൊ 20 മാർക്കായി. ഓക്കെ, 20ഉം വൈവന്റെ 4ഉം റെക്കോർഡിന്റെ 4ഉം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എറേഴ്സ്, ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു എറർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതിനെ കറക്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാനാണ്. അതിന് നിങ്ങൾക്കൊരു 6 മാർക്ക് ഉണ്ടാവും. ഓക്കെ, ഡീബഗിങ്ങിന്, അതായത് ബഗ്സ് കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്ത് പിന്നെ കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നതിനാണ് നിങ്ങൾക്ക് 6 മാർക്ക്. 2 പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ 6 × 2 12. അപ്പൊ ടോട്ടൽ എത്രയായി? 40 മാർക്സ് ആയി. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങാൻ പറ്റിയതാണ് നമ്മുടെ ഈ റെക്കോർഡിന്റെയും വൈവന്റെയും ഒക്കെ. എന്തായാലും നിങ്ങളുടെ സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. പുറത്തുള്ളതൊന്നും പോയി അർജന്റായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റെക്കോർഡിലുള്ള 20 പ്രോഗ്രാംസ് കംപ്ലീറ്റ് ആക്കി അടിപൊളിയായിട്ട് പഠിക്കാം. ഉറപ്പായിട്ടും എക്സാം ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി കോമൺ ആയിട്ട് ചോദിച്ച കുറെ ക്വസ്റ്റ്യനിൽ ഒന്നാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അത് എങ്ങനെയായാലും അങ്ങനെ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോയാൽ പോരെ. അങ്ങനെയല്ല, എക്സ്റ്റേണൽ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് തരാം. C++ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. പിന്നെ HTML അല്ലെങ്കിൽ SQL ഏതെങ്കിലും ഒന്നും ഉണ്ടാവും. ഓക്കെ, പിന്നെ കുറെ പേര് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം, അതുപോലെ റെക്കോർഡ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ചോദിച്ചത്. അപ്പൊ അതൊക്കെ ഇപ്പൊ മിസ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. മാർക്ക് ടോട്ടൽ നിങ്ങൾക്ക് 40 ആയിരിക്കും. പ്രാക്ടിക്കൽ കേട്ടോ, തിയറി 60. ഓക്കെ, അപ്പൊ ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും എക്സാം. നന്നായിട്ട് ആ 20 പ്രോഗ്രാം പഠിച്ചു പോവുക, അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. റെക്കോർഡ് റെഡിയാക്കുക. വൈവൊക്കെ അവർ സിമ്പിൾ ആയിട്ടുള്ളതേ ചോദിക്കുള്ളൂ. അതിനെ ഭയങ്കര നമ്മളെ കുഴപ്പിക്കുന്ന ടൈപ്പ് ഓഫ് നമ്മുടെ മാർക്ക് മിസ് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും ആരും ചോദിക്കാൻ പോണില്ല. നിങ്ങൾക്ക് അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ തിയറി എക്സാമിന് പഠിച്ച എന്തെങ്കിലും ഒരു 1, 2, 3, 4 കാര്യങ്ങൾ. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക.